എൻ്റെ വായനയിലേക്ക് സ്വാഗതം. റഷ്യൻ സാഹിത്യകാരൻ ആന്റൺ ചെക്കോവിൻ്റെ ഒരു ചെറുകഥ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ മക്കളുടെ ആയ ജൂലിയയെ മുറിയിലേക്ക് വിളിപ്പിച്ചു. ഇരിക്കൂ ജൂലിയ, നിന്റെ ശമ്പളം കണക്ക് തീർത്ത് തരാമെന്ന് കരുതി വിളിച്ചതാണ്. നിനക്ക് പണത്തിന് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ ചോദിക്കില്ലല്ലോ. ഒരു മാസം 30 റൂബിളായിരുന്നല്ലോ നമ്മൾ പറഞ്ഞുറപ്പിച്ച ശമ്പളം. 40 അല്ല 30 ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. നിനക്ക് മുമ്പ് വന്നിട്ടുള്ളവർക്കും ഞാൻ 30 റൂബിളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. നീ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2 മാസമായല്ലോ എന്നോർത്തപ്പോൾ 2 മാസവും 5 ദിവസവും കൃത്യം 2 മാസം ഞാൻ പ്രത്യേകം കുറിച്ചിട്ടുണ്ട്. അതായത് 60 റൂബിൾ ഞാൻ നിനക്ക് തരണം. അതിൽ നിന്ന് 9 ഞായറാഴ്ചകൾ വെട്ടിക്കുറയ്ക്കണം. പിന്നെ 3 അവധി ദിവസങ്ങളും. ജൂലിയ വിളറി വെളുത്ത് ഒരക്ഷരം പോലും മിണ്ടാതെ നിന്നു. 3 അവധി ദിവസങ്ങൾക്ക് 12 റൂബിൾ ഞാൻ കുറയ്ക്കുന്നു. കോലിയ 4 ദിവസം സുഖമില്ലാതെ കിടന്നതിനാൽ വാനിയയ്ക്ക് മാത്രമാണ് നീ ക്ലാസ് എടുത്തത്. 3 ദിവസം നിനക്ക് സുഖമില്ലാതിരുന്നതിനാൽ ഉച്ച കഴിഞ്ഞ് ജോലി ചെയ്യേണ്ട എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞിരുന്നു. 12ഉം 7ഉം 19. അത് കുറച്ചാൽ 41 റൂബിൾ. ശരിയല്ലേ ജൂലിയ? ജൂലിയയുടെ കണ്ണുകൾ കലങ്ങി നിറഞ്ഞു. ചുണ്ടുകൾ വല്ലാതെ വിറയ്ക്കുകയും അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അവൾ ഒരു വാക്കുപോലും ഉരിയാടിയില്ല. നീ ഒരു കപ്പും സോസറും പൊട്ടിച്ചിരുന്നത് ഓർമ്മയുണ്ടല്ലോ. ആ വകയിലേക്ക് 2 റൂബിൾ കുറയ്ക്കുന്നു. കപ്പ് വളരെ വിലയേറിയതായിരുന്നു, എങ്കിലും പോട്ടെ. പിന്നെ ഒരു ദിവസം നിന്റെ അശ്രദ്ധ മൂലം കോലിയ മരത്തിൽ കയറി കുപ്പായം കീറിയത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? 10 റൂബിൾ അതിലേക്ക് വകയിരുത്തുന്നു. വീണ്ടും നീ ശ്രദ്ധിക്കാതിരുന്നത് കാരണം വാനിയയുടെ ചെരുപ്പുകൾ വേലക്കാരി മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇതെല്ലാം നീ വേണ്ടതുപോലെ ശ്രദ്ധിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ നീ അതിന് വില കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ലേ? 5 റൂബിൾ കുറയ്ക്കുന്നു. ജനുവരി 10 നിനക്ക് ഞാൻ 10 റൂബിൾ കടം തന്നിരുന്നു. ഇല്ല, ജൂലിയ പതിയെ ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷേ ഞാനത് കുറിച്ചിട്ടിട്ടുണ്ട്. ഓ ശരി. 41 നിന്ന് 27 കുറച്ചാൽ ബാക്കി 14. ജൂലിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അവളുടെ ഭംഗിയുള്ള മൂക്ക് ആകെ ചുവന്നിരുന്നു. പാവം കുട്ടി. എനിക്കാകെ ഒരു തവണയെ അങ്ങ് പണം തന്നിട്ടുള്ളൂ, വിതുമ്പുന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു. അങ്ങയുടെ ഭാര്യയാണ് തന്നത്, വെറും 3 റൂബിൾ. ഓ, അങ്ങനെയും ഉണ്ടായോ? ഞാനത് കുറിച്ചിടാൻ മറന്നല്ലോ. 14 നിന്ന് 3 കുറച്ചാൽ ബാക്കി 11. ഇതാ നിന്റെ പണം. ഞാൻ 11 റൂബിൾ അവൾക്ക് നീട്ടി. 3 3 3 1 1. ഇതാ എടുത്തോളൂ. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ നാണയങ്ങൾ കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ തിരുകി. ദയവുണ്ടാകണം, വിറച്ചുകൊണ്ട് ജൂലിയ അപേക്ഷിച്ചു. ഞാൻ ചാടി എണീറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. കോപം കൊണ്ട് ഞാൻ പൊട്ടിത്തെറിച്ചു. എന്തിനാണ് നീ കെഞ്ചുന്നത്? പണത്തിനു വേണ്ടി. നിനക്കറിയില്ലേ ഞാൻ നിന്നെ ചതിച്ചതാണെന്ന്? ഞാൻ നിന്നെ കൊള്ളയടിക്കുകയല്ലേ ചെയ്തത്? പിന്നെയും എന്തിനാണ് നീ കെഞ്ചുന്നത്? മറ്റു പല വീടുകളിൽ നിന്നും എനിക്ക് ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. ഓഹോ, ഒരു നാണയം പോലും തരാത്തവരും ഉണ്ടല്ലേ? ഒരു അതിശയവുമില്ല. നിനക്ക് കിട്ടേണ്ടതൊക്കെ നീ തന്നെ ചോദിച്ചു വാങ്ങണം. അത് നിന്നെ പഠിപ്പിക്കാനാണ് ഞാൻ ഈ ക്രൂരമായ തമാശ കാണിച്ചത്. നിന്റെ മുഴുവൻ ശമ്പളവും ഞാൻ തരും. നിന്റെ 80 റൂബിളും ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരാൾ ഇത്രമാത്രം ഭീരുവാകുന്നത് എങ്ങനെയാണ്? നിന്നോട് നീതികേട് കാട്ടിയിട്ടും നീ എന്താണ് കുട്ടി മിണ്ടാതിരുന്നത്? എന്തേ പ്രതിഷേധിച്ചില്ല? ഇങ്ങനെയൊരു ലോകത്ത് പല്ലും നഖവുമില്ലാതെ ഒരു വെറും പൊട്ടിപ്പെണ്ണായി ജീവിക്കാൻ കഴിയുമെന്ന് നീ കരുതുന്നുണ്ടോ? നന്ദിയോടെ ജൂലിയ മന്ദഹസിച്ചു. അങ്ങനെയും ജീവിക്കാൻ സാധിക്കും എന്നാണവൾ പറയാതെ പറഞ്ഞതെന്ന് ആ പുഞ്ചിരിയിലൂടെ എനിക്ക് മനസ്സിലായി. ഞാൻ പഠിപ്പിച്ച ക്രൂരമായ പാഠത്തിന് ഞാൻ അവളോട് മാപ്പ് പറഞ്ഞു. അവൾക്ക് കൊടുക്കേണ്ട 80 റൂബിളും നൽകി. എന്നോട് ദയ കാട്ടിയല്ലോ എന്ന് പലതവണ മന്ത്രിച്ചുകൊണ്ട് അവൾ മുറി വിട്ടിറങ്ങി. ആ പോക്ക് നോക്കി നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു, ഈ ലോകത്ത് പാവങ്ങളെ ചൂഷണം ചെയ്യാൻ എത്ര എളുപ്പമാണ്.